കാസർഗോഡ് ചെറുവത്തൂർ വീരമലക്കുന്നിന് മുകളിൽ അപകടകരമാംവിധം കൂട്ടിയിട്ട മൺകൂന നീക്കം ചെയ്യാൻ ജിയോളജി വകുപ്പിന്റെ ഉത്തരവ്. 6 വരി ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി കരാർ കമ്പനിയാണ് അശാസ്ത്രീയമായ രീതിയിൽ മണ്ണുകൾ നിക്ഷേപിച്ചത്. കാലവർഷം കനത്തതോടെ പ്രദേശത്ത് മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ന്യൂസ് 18 വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഓരോ മണ്ണിടിച്ചിൽ ദുരന്ത വാർത്തയെത്തുമ്പോഴും ചെറുവത്തൂരിന്റെ ഉള്ള് പിടയുകയാണ്. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും ചെറുവത്തൂർ വീരമലയ്ക്ക് സമീപത്തുകൂടി യാത്ര ചെയ്യുന്നവരെയും നാട്ടുകാരെയും ഏറെ ഭയപ്പെടുത്തുന്നു. വീരമലക്കുന്നിലെ മണ്ണിടിച്ചിൽ തടയുന്നതിനായി സുരക്ഷ ഒരുക്കുന്നതിലെ നിർമ്മാണ കമ്പനിയുടെ നിസ്സംഗതയാണ് നാട്ടുകാരെ ആശങ്കപ്പെടുത്തുന്നത്. തട്ടുതിരിക്കലും സുരക്ഷയൊരുക്കലും അനന്തമായി നീളുന്നതാണ് ആശങ്കയ്ക്കിടയാക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈ 28 രാവിലെയാണ് വീരമലക്കുന്നിൽ നാടിനെ നടുക്കിയ മണ്ണിടിച്ചിലുണ്ടായത്. ഇടിഞ്ഞു വീണ മണ്ണ് ദേശീയപാതയ്ക്ക് മറുകര വരെ എത്തിയിരുന്നു. അന്ന് മണ്ണിനടിയിൽപ്പെട്ട വാഹനയാത്രികർ രക്ഷപ്പെട്ടത് തലനാരിഴക്കാണ്. ജില്ലാ കലക്ടർ ഉൾപ്പെടെ സ്ഥലത്തെത്തി പ്രഖ്യാപിച്ച നടപടികളൊന്നും ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. 7 മാസത്തോളായി ഈ ഭൂവസ്ത്രം ഇരിക്കുന്ന നെയിലിങ്ങിന്റെ പണി തുടങ്ങിയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും ദുരന്തം ഉണ്ടായിട്ടോ കുന്നിടിഞ്ഞ് വലിയ ഹൈവേ ബ്ലോക്കായിരുന്നു. പക്ഷെ എന്നിട്ടോ ഈ 7 മാസം വർക്ക് ചെയ്തിട്ടോ ഇടിയുന്ന ഭാഗത്ത് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. കുന്നിൽ തട്ടുതിരിച്ച് സോയിൽ നെയിലിങ്ങും ഇരുമ്പുവലകൾ ഭൂവസ്ത്രമായി ഉറപ്പിച്ച് രാമച്ചം വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതിയുമാണ് ഇവിടെ നടപ്പാക്കുന്നത്. ഇതിനായി 2.47 ഏക്കർ ഭൂമിയും അനുവദിച്ചു. കാലവർഷം എത്തുന്നതിന് മുമ്പ് പദ്ധതി പൂർത്തിയാക്കണമെന്നാണ് ദേശീയപാത അതോറിറ്റിക്കും കരാർ കമ്പനിക്കും നിർദ്ദേശം നൽകിയത്. മഴയെത്തിയിട്ടും പദ്ധതി എങ്ങും എത്തിയിട്ടില്ല. മഴ കുറഞ്ഞത് കൊണ്ട് കാരണം മാത്രം ഈ കുന്ന് നിലയ്ക്കുന്നു. അത് മാത്രമല്ല, ഇതിപ്പോൾ 30% പണി മാത്രമേ ഇതിൽ പൂർത്തിയായിട്ടു. ഇനിയും 70% പണി പൂർത്തീകരിക്കേണ്ടത്. എത്രയും പെട്ടെന്ന് പണി തീർത്തില്ലെങ്കിൽ അതുപോലെ തന്നെ പരിസര പ്രദേശത്തേക്ക് നമ്മളെ കണക്കത്തെ അടുത്ത് താമസിക്കുന്നവർക്കെല്ലാം വൻ ബുദ്ധിമുട്ടായിരിക്കും. വീരമലയുടെ മുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതും പതിവാണ്. മഴ ശക്തമായാൽ മുകളിൽ കൂട്ടിയിട്ട ഇളകിയ മണ്ണ് ഉൾപ്പെടെ താഴേക്ക് ഒഴുകിയെത്തും. വീരമലക്കുന്നിൽ നിന്ന് ദേശീയപാതയിലേക്ക് ഇനിയൊരു മണ്ണിടിച്ചിൽ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ നടപടി ജില്ലാ ഭരണകൂടത്തിന്റെയും ദേശീയപാത അതോറിറ്റിയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വീരമലക്കുന്നിന് സമാനമാണ് മട്ലായിക്കുന്നിലെയും ചട്ടഞ്ചാൽ ബേവിഞ്ചയിലെയും പ്രദേശം. ദേശീയപാത കടന്നുപോകുന്ന ഈ പ്രദേശങ്ങളിലെല്ലാം വലിയ മണ്ണിടിച്ചിൽ ഭീഷണിയാണ് നിലനിൽക്കുന്നത്. മേഗാ കൺസ്ട്രക്ഷനാണ് ഇവിടെ കരാർ ഏറ്റെടുത്തിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ആശങ്ക ഇത് പരിഹരിക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഒരു നടപടിയുമില്ല. ദുരന്തങ്ങൾ ഉണ്ടായാൽ മാത്രം ഓടിയെത്തുന്നതാകരുത് ഇത്തരത്തിലുള്ള സന്നാഹം എന്ന് എടുത്തു പറയുന്നു ഇവിടെയുള്ള ആളുകൾ. എന്തായാലും കാലവർഷം ശക്തി പ്രാപിക്കും മുമ്പ് തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്തുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെയുള്ള ആളുകൾ കഴിയുന്നത്. കാസർഗോഡ് നിന്നും കെ വി ബൈജു, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.